بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. എന്താണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പേര്? എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം? അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു അബ്ദുസ്സലാം ഇബ്നു തൈമിയ്യത അൽ ഹറാനി അദ്ദിമഷ്ഖി റഹിമഹുല്ലാഹു തആല. എങ്ങനെയാണ് അദ്ദേഹം ഹറാനിൽ നിന്ന് ദിമഷ്കിലെത്തിയത്? എങ്ങനെ, എന്തുകൊണ്ട് പാലായനം ചെയ്തു? അല്ലെങ്കിൽ എപ്പോഴാണ് പാലായനം ചെയ്തത്? ആരുടെ കൂടെ? വാപ്പാടെ കൂടെ. അവിടെ തത്താറുകൾ പിടിച്ചടക്കിയപ്പോൾ അവിടെ നിന്ന് പോയതാണ്. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ശിഷ്യന്മാർ ഇമാം ദഹബി, ഇബ്നുൽ ഖയ്യിം, ഇമാം ഇബ്നു കസീർ, അങ്ങനെയുള്ള പലരും. തയ്യിബ്, വേറെന്താ ചോദിച്ചത്? മീസാനും ഹൗദും ഉള്ളതാണോ? ഉള്ളതാണ്. അയ്യോ, ഹൗദിലെ വെള്ളത്തിൻ്റെ നിറം എന്താണ്? പാലിനേക്കാൾ നിറമാണ്, പാലിനേക്കാൾ വെളുത്തതാണ്. അതിലെ പാത്രങ്ങളുടെ എണ്ണം എത്രയാണ്? നക്ഷത്രങ്ങളെപ്പോലെ, അല്ലെങ്കിൽ നക്ഷത്രങ്ങളെക്കാൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ കഴിയുമോ? കഴിയും. അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ നിലപാടെന്താണ്? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ നിലപാടെന്താണ്? എങ്ങനെയാണോ ഖുർആനിലും സുന്നത്തിലും വന്നത് അതുപോലെ തന്നെ, ഒരു വ്യത്യാസവും നമുക്ക് വരുത്താനില്ല. തയ്യിബ്. قال رحمه الله: وكذا الصراط يمد فوق جهنم فمسلم ناج وآخر يهمل. وكذا الصراط, അതുപോലെ തന്നെയാണ് സിറാത്ത്. സിറാത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിന് മുകളിലായി സ്ഥാപിക്കപ്പെട്ട പാലമാണ്. യുമദ്ദു ഫൗഖ ജഹന്നം, ജഹന്നമിന് മുകളിലായി അത് നീട്ടപ്പെട്ടിരിക്കുന്നു. ഫമുസല്ലമുൻ നാജിൻ വആഖറു യുഹ്മലു, അതിൽ രക്ഷപ്പെട്ട് കടന്നവരുണ്ട്, മറ്റുള്ളവർ അവഗണിക്കപ്പെട്ടവരും ഉണ്ട്. അതിലൂടെ കടന്നു പോകൽ എന്താണ്? പോകേണ്ടവരാണ് നമ്മൾ. പോയിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടാം, നഷ്ടപ്പെടാം. എന്താണ് അതിനുള്ള അടിസ്ഥാനം? ഓരോരുത്തൻ്റെയും പ്രവർത്തനങ്ങളാണ്. ആ പാലത്തിൽ എന്തുണ്ട്? കൊക്കുകളും കൊളുത്തുകളുണ്ട്. ആ കൊളുത്തുകൾ എന്ത് ചെയ്യും? ഓരോരുത്തർ അവൻ്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനെ കീറി വലിക്കും, അല്ലെങ്കിൽ തള്ളി താഴെയിടും. അങ്ങനെ തള്ളി താഴെയിടപ്പെടുന്നവരുണ്ട്. ഒരുപാട് ഉപദ്രവങ്ങൾ ഈ കൊളുത്തുകളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്നവരുണ്ട്. അങ്ങനെ പ്രയാസപ്പെട്ട് ശരീരത്തിൽ മുഴുവൻ മുറിവുകളുമായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ അവിടേക്ക് എത്തുന്നവരുണ്ട്. ഏറ്റവും ആദ്യമായ സിറാത്തിലൂടെ കടക്കുന്നത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതിലൂടെ കടക്കുന്നവർ പല വേഗതയിലാണ്. ചിലർ കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ പോകുന്നവരുണ്ട്. മറ്റു ചിലർ മിന്നലിനെ പോലെ സഞ്ചരിക്കുന്നവരുണ്ട്. മറ്റു ചിലർ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ സഞ്ചരിക്കുന്നവരുണ്ട്. മറ്റു ചിലർ നല്ല മെച്ചപ്പെട്ട കുതിരകളെപ്പോലെ സഞ്ചരിക്കുന്നവരുണ്ട്. മറ്റു ചിലർ വേച്ച് നടന്നു നീങ്ങുന്നവരുണ്ട്, ഇഴഞ്ഞു നീങ്ങുന്നവരുണ്ട്. കൊളുത്തുകളാൽ ഇങ്ങനെ കൊളുത്തപ്പെടുന്നവരുണ്ട്, പ്രയാസങ്ങൾ ഏൽക്കപ്പെടേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഓരോരുത്തൻ്റെയും അമലുകളുടെ അടിസ്ഥാനത്തിലാണ്. അന്നത്തെ ദിവസം അമ്പിയാക്കളുടെ ദുആ എന്താണ്? അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്ത്. അമ്പിയാക്കളുടെ ദുആ. ആ പാലത്തിന് മുകളിലൂടെ നടക്കുമ്പോൾ അമ്പിയാക്കളുടെ ദുആ എന്താണ്? അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. അപ്പം നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ അതിൻ്റെ കനം അത്
മുടിയുടെ കനമായിരിക്കുമെന്ന്, അതുപോലെ തന്നെ വാളിനേക്കാൾ മൂർച്ചയായിരിക്കുമെന്നും ചില ഹദീസുകളിൽ വന്നിരിക്കുന്നു. അതിൻ്റെ തുറുക്കുകൾ അത് ജമഅ ചെയ്യുമ്പോൾ അത് സ്വീകാര്യമായ ഹദീസുകളാണെന്ന് ഉലമാക്കൾ പറയുന്നു. അല്ലാഹു തആല അലം. ആയിഷ റളിയല്ലാഹു അൻഹയെ പോലുള്ള സഹാബിയാക്കളിൽ നിന്നും സഹാബികളിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെടുന്ന ഹദീസാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സിറാത്ത് എന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടതാണ്. ഒരു സംശയവും സുന്നത്തിൻ്റെ ആളുകൾക്ക് അതിലില്ല, അതുള്ളതാണ്. അതിൽ വീഴുന്നവരുണ്ടാകാം, രക്ഷപ്പെടുന്നവരുണ്ടാകാം. ഇതെല്ലാം അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അടുത്ത കാര്യമായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത റഹിമഹുല്ലാഹ് പറയുന്നു, വന്നാറു യസ്ലാഹ അശ്ശഖിയ്യു ബിഹിക്മത്തിൻ വകദ അത്തഖിയ്യു ഇലൽ ജിനാനി സയദ്ഖുലു. നരകം അതിലേക്ക് നിർഭാഗ്യവാൻ, ഭാഗ്യം കെട്ടവൻ അവൻ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പ്രവേശിക്കും. അള്ളാഹുവിന് അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതിൽ എന്തുണ്ട്? ഹിക്മത്തുണ്ട്, യുക്തിയുണ്ട്. എന്താണ് കാര്യം? അള്ളാഹുവിന് അത് അറിയാം. അതിൻ്റെ ഹിക്മത്ത് അള്ളാഹുവിന് നന്നായി അറിയാം. എന്തിനു വേണ്ടിയാണ് അള്ളാഹു നരകം പഠിച്ചത്? അതിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത് എന്തിനാണ്? ശിക്ഷിക്കുന്നത് എന്തിനാണ്? ഇതെല്ലാം അള്ളാഹുവിൻ്റെ യുക്തിക്കനുസരിച്ച് മാത്രമാണ്. അള്ളാഹുവിൻ്റെ യുക്തിക്കനുസരിച്ച് മാത്രമാണ്. വകദ തഖി, അതുപോലെ തന്നെ തഖ്വ പാലിച്ചവൻ, സൂക്ഷ്മത പാലിച്ചവൻ, ഇലൽ ജിനാനി സയദ്ഖുലു, അവൻ സ്വർഗത്തിലേക്കും സ്വർഗത്തോപ്പുകളിലേക്കും പ്രവേശിക്കും. അപ്പോൾ നിർഭാഗ്യവാൻ എന്ന് പറഞ്ഞവൻ ആരാണ്? തഖിയല്ലാത്തവൻ. ഭാഗ്യമുള്ളവൻ ആരാണ്? തഖിയായവൻ, വിജയിച്ചവൻ തഖി. തഖിയല്ലാത്തവൻ ഷഖി. അവനാരാണ്? വിജയിക്കാത്തവൻ, പരാജിതൻ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് നശിക്കുകയില്ല, എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഖാലിദീന ഫീഹാ അബദ, എന്നേക്കും അവർ നിത്യവാസികളായിരിക്കും. അബദ, എന്നേക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അബദൻ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അത് നശിച്ചു പോവുകയില്ല. കുറേ നാൾ കഴിഞ്ഞാൽ അത് ചീത്തായി പോവുക, അല്ലെങ്കിൽ ഇല്ലാതായി പോവുക, അങ്ങനൊരു പരിപാടി സ്വർഗത്തിനും നരകത്തിനും ഇല്ല. അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കൂട്ടത്തിനും, ഓരോ നരകത്തിനും സ്വർഗത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? അതിനുള്ള ആളുകളെ കണക്കാക്കിയിട്ടുണ്ട്. സ്വർഗവും നരകവും ഒരിക്കൽ എന്ത് ചെയ്തു? തർക്കത്തിലായി, അല്ലെങ്കിൽ അവർ സംസാരത്തിലായി. സ്വർഗവും നരകവും സംസാരിക്കോ? സംസാരിക്കും. നരകത്തിനൊരു കഴുത്ത് പുറപ്പെടും, എന്നിട്ടത് സംസാരിക്കും. നാളെ പരലോകത്തേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമുക്കറിയില്ല. അത് കൊണ്ടുവരുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും? അട്ടഹസിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക? കടന്നു വരിക. നമുക്കതിനെ നോക്കാനുള്ള ശക്തി ഉണ്ടാവുകയില്ല. എന്തായാലും സ്വർഗവും നരകവും പറയുകയാണ്, യദ്ഖുലുനിൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, എൻ്റെ ഉള്ളിൽ പ്രവേശിക്കുക ആരാണ്? ജബ്ബാറുകളും മുതകബ്ബിറുകളുമാണ്. സ്വേച്ഛാധിപതികളായ, അതായത് അഹങ്കരിച്ച വലിയ ആള് ചമഞ്ഞ ആളുകളാണ് എൻ്റെ ഉള്ളിൽ പ്രവേശിക്കുക എന്നാര് പറഞ്ഞു? നരകം പറഞ്ഞു. വഖാലത് ഹാദിഹി, അപ്പോൾ സ്വർഗം പറഞ്ഞു, യദ്ഖുലുനി അദ്ദുഅഫാഉ വൽ മസാകീൻ, എൻ്റെ അടുക്കൽ ആരെ പ്രവേശിക്കുക? ദുർബലരും പാവങ്ങളുമാണ്. അപ്പോൾ ദുർബലരും പാവങ്ങളും എന്ന് പറഞ്ഞാൽ മോശക്കാരല്ല, മറിച്ച് അവരെവിടേക്കുള്ളതാണ്? സ്വർഗത്തിലേക്കുള്ളതാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരുത്തൻ്റെ വില നിശ്ചയിക്കുന്നത് അവൻ എത്ര പണമുണ്ട് എന്നത് എണ്ണിയിട്ടല്ല, മറിച്ച് അവൻ എത്ര തഖ്വയുണ്ട് എന്നത് നോക്കിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്? ഏറ്റവും തഖ്വയുള്ളവനാണ്. ശരി, അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനോട് പറഞ്ഞു, അൻതി അദാബി ഉഅദ്ദിബു ബികി മൻ അശാ, നീ എൻ്റെ ശിക്ഷയാണ്, നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും. വഖാല ലിഹാദിഹി അൻതി റഹ്മതി അർഹമു ബികി മൻ അശാ, സ്വർഗത്തിനോട് പറഞ്ഞു, നീ എൻ്റെ റഹ്മത്താണ്, ഞാൻ ഉദ്ദേശിക്കുന്നവരെ നിന്നെ കൊണ്ട് റഹ്മത്ത് അവർക്ക് നൽകും. എന്നിട്ട് പറയാണ്, വലികുല്ലി വാഹിദത്തിൻ മിൻകുമാ മൽഉഹാ, നിങ്ങൾ രണ്ടുപേർക്കും നിറച്ചും ആളുകളുണ്ട്.
നിങ്ങൾ രണ്ടുപേർക്കും എന്തുണ്ട്? നിറയെ ആളുകളുണ്ട്. അപ്പോ അത് നിറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? സ്വർഗത്തെയും നിറക്കും, നരകത്തിനെയും നിറക്കും. ശരി, അപ്പോൾ സ്വർഗവും നരകവും അതിൽ ആളുകൾ നിറയും, അതിനുള്ള ആളുകളുണ്ട്, അത് നശിച്ചു പോവുകയില്ല, സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രവേശിക്കുക, സ്വർഗത്തിൽ പ്രവേശിക്കുക ആരാണ്? അൽ അത്ഖ. നരകത്തിൽ പ്രവേശിക്കുക ആരാണ്? അൽ അഷ്ഖ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖ അല്ലദീ കദ്ദബ വതവല്ല വസയുജന്നബുഹൽ അത്ഖ. ആ നരകത്തിൽ ആരെ പ്രവേശിക്കുള്ളൂ? നിർഭാഗ്യവാൻ, അതായത് മോശക്കാരനെ പ്രവേശിക്കുകയുള്ളൂ. കളവാക്കുകയും തിരിഞ്ഞുകളയുകയും ചെയ്ത. എന്നാൽ തഖ്വ പാലിച്ചവനോ അവൻ അതിൽ നിന്നും അകന്നു പോകും. ഇതിൽ നിന്നും? നരകത്തിൽ നിന്നും. നരകത്തിൽ അവനല്ല പ്രവേശിക്കുക. ശരി, അതുപോലെ തന്നെ നരകം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? കാഫിറുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മുവഹിദുകളായ ആളുകളിൽ വൻപാപങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, പാപങ്ങൾ ചെയ്ത ആളുകൾ, അവരെ അള്ളാഹു ഉദ്ദേശിച്ചാൽ ശിക്ഷിക്കും നരകം കൊണ്ട്, അല്ലെങ്കിൽ പുറത്തു കൊടുക്കും. അങ്ങനെ ശിക്ഷിച്ചാൽ ശിക്ഷയ്ക്ക് ശേഷം അവർക്ക് പുറത്തു കൊടുക്കും. അങ്ങനെ അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ വിഷയത്തിലുള്ള വിശ്വാസം. എന്ത്? മുഅ്മിൻ മുവഹിദ് അവൻ എന്ത് ചെയ്യുകയില്ല? അവൻ നരകത്തിൽ നിത്യവാസിയാവുകയില്ല. മറിച്ച് അതിൽ നിത്യവാസിയാവുക ആരാണ്? കാഫിറുകളാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഉഇദ്ദത് ലിൽ മുത്തഖീൻ, സ്വർഗത്തെക്കുറിച്ച് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്, സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. ഉഇദ്ദത് ലിൽ കാഫിരീൻ, നരകത്തെക്കുറിച്ച് പറഞ്ഞു കാഫിറുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട്, അതായത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ നമുക്ക് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെത്തി നോക്കി, നരകത്തിലെത്തി നോക്കി എന്നൊക്കെ പറയുന്ന ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു വലികുല്ലി ഹയ്യിൻ ആഖിലിൻ ഫീ ഖബ്രിഹി അമലുൻ യുഖാരിനുഹു ഹുനാക വയുസ്അലു. എല്ലാ ജീവനുള്ള എല്ലാ ആഖിലിനും ബുദ്ധിയുള്ളവർക്കും അവൻ്റെ ഖബറിൽ എന്തുണ്ട്? അവൻ്റെ അമലുണ്ട്, അവൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമുണ്ട്. യുഖാരിനുഹു, അവൻ്റെ കൂടെ അതുണ്ടാകും. ഹുനാക വയുസ്അലു, അവിടെ അവനോട് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. ഇതിലൂടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നു? അദാബുൽ ഖബറിനെ സ്ഥിരീകരിക്കുന്നു. അദാബുൽ ഖബർ ഉള്ളതാണ്. ഖബർ ശിക്ഷ എന്നത് എന്താണ്? ഉള്ളതാണ്, അതിലൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ, അതിന്മേൽ നരകം അത് വൈകുന്നേരവും കാലത്തും പ്രദർശിപ്പിക്കപ്പെടും. വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, എന്നാൽ സാഅത്ത് അന്ത്യസമയം സംഭവിക്കുമ്പോഴോ ഫിർഔനിൻ്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് പറയപ്പെടുകയും ചെയ്യും. അപ്പം അതുവരെ അവരെന്താണ്? അവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതേതാണ് ഈ ശിക്ഷ? ബർസഖിലെ ശിക്ഷയാണ്. അതേതാണ്? ഖബർ ശിക്ഷയാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആയത്തുകളിലും നമുക്കിത് കാണാം. ചില ആയത്തുകളിൽ ചില തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറുകളുടെ അടുക്കലൂടെ പോയി. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നഹുമാ ല യുഅദ്ദബാൻ, ഇവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖബറിൽ അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദബാന മിൻ കബീർ, വലിയ കാര്യത്തിനല്ല ശിക്ഷിക്കപ്പെടുന്നത്. അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ, എന്നാൽ ഒരാൾ അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല? മൂത്രം ഒഴിക്കുമ്പോൾ അത് തെറിക്കാതിരിക്കാൻ മറ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല എന്നോ, അല്ലെങ്കിൽ മറ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല, വല്ലാഹു അലം, അല്ലെങ്കിൽ മൂത്രം അത് തെറിക്കുന്നതിന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. വഅമ്മൽ ആഖറു ഫകാന യംശി ബിൻ നമീമ, എന്നാൽ മറ്റേയാളോ നമീമത്ത് പറഞ്ഞ് നടക്കലായിരുന്നു. സഹോദരന്മാരെ തമ്മിൽ തെറ്റിക്കാൻ, അവരെ തമ്മിൽ തെറ്റിക്കാൻ, ഇവരെ തമ്മിൽ തെറ്റിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കലായിരുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം തഅവ്വദു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? രക്ഷ തേടുക. അതുപോലെ നിസ്കാരത്തിന്റെ അവസാനത്തെ ദുആയിൽ നമ്മൾ ദുആ ചെയ്യുന്നു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നും അല്ലാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കണം. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ തെളിവുകളാണ്? ഖബർ ശിക്ഷ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്.
അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അല്ലാ തദാഫനു, നിങ്ങൾ ഖബറിൽ ദഫൻ ചെയ്യുകയില്ലായിരുന്നു എന്നത് ഭയപ്പെടില്ലായിരുന്നെങ്കിൽ, അതായത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തേനെ, ഖബർ ശിക്ഷ കേൾപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹിനോട് ചോദിച്ചേനെ. ഖബർ ശിക്ഷ അള്ളാഹ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ വേണ്ടി ഞാൻ അള്ളാഹിനോട് ചോദിച്ചേനെ. എങ്ങനെ ആയിരുന്നെങ്കിൽ, അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഖബറിൽ ആളുകളെ കൊണ്ടുവെക്കാൻ നിങ്ങൾ പേടിച്ചേനെ. അതില്ലായിരുന്നെങ്കിൽ ഞാനത് കേൾപ്പിച്ചേനെ. അതിൻ്റെ അർത്ഥം എന്താ? അത് കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഖബറിൽ ആളെ കൊണ്ടുവെക്കൂലേ, മനസ്സിലായോ? പക്ഷെ അത് കേൾപ്പിച്ചില്ല, നമ്മളോടുള്ള റഹ്മത്ത് കൊണ്ട്. അതുപോലെ തന്നെ ഖബറിൽ എന്തുണ്ട്? ഫിത്നയുണ്ട്. എന്താണ് ആ ഫിത്ന? ചോദ്യമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള, റബ്ബിനെ കുറിച്ചുള്ള ചോദ്യം, നബിയെ കുറിച്ചുള്ള ചോദ്യം, ദീനിനെ കുറിച്ചുള്ള ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫബിയ തുഫ്തനൂൻ വഅന്നി തുസ്അലൂൻ, നിങ്ങൾ എന്നെ കൊണ്ട് ഫിത്ന ചെയ്യപ്പെടും, പരീക്ഷിക്കപ്പെടും, എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും. അതുപോലെ തന്നെ ഖബറിലെ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടുന്ന 3 കൂട്ടരുണ്ട്. ഒന്ന് അമ്പിയാക്കളാണ്, 2 ശുഹദാക്കളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിബാരിഖതി അസ്സുയൂഫി അലാ റഅസിഹി ഫിത്ന, അവൻ്റെ തലയിൽ വെക്കുന്ന അല്ലെങ്കിൽ വീഴുന്ന വാളിൻ്റെ തിളക്കം മതി അവന് ഫിത്നയായിട്ട്. വാളിൻ്റെ തിളക്കം മതി. 3 മുറാബിത്തൂൻ, അതായത് സൈന്യത്തിന് കാവലിരിക്കുന്നവർ. അതായത് സൈന്യത്തിന് കാവലെന്നല്ല, മറിച്ച് ഈ രാജ്യത്തിൻ്റെ അതിർത്തി, ഇസ്ലാമിക രാജ്യത്തിൻ്റെ ബൗണ്ടറി കാത്ത് സൂക്ഷിക്കുന്ന ആളുകൾ, മുറാബിത്ത്. അവർക്കും എന്താണ്? അദാബുൽ ഖബറില്ല, അല്ലെ, ഫിത്നത്തുൽ ഖബർ ഇല്ല. അതുപോലെ തന്നെ ഖബറിനെന്നുണ്ട് ഒരു ഇടുക്കലുണ്ട്. ആ ഇടുക്കലിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും രക്ഷപ്പെടുകയായിരുന്നില്ല, ലൗ നജാ മിൻഹാ അഹദുൻ ലനജാ മിൻഹാ സഅദ് ഇബ്നു മുആദ്, ആരെങ്കിലും രക്ഷപ്പെടുകയായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെട്ടേനെ. ആരും രക്ഷപ്പെടുകയില്ല, എല്ലാവരും. അതുപോലെ തന്നെ ഖബറിലെ ശിക്ഷ അത് ശരീരവും റൂഹും അനുഭവിക്കും. ശരീരവും റൂഹും അനുഭവിക്കും. അങ്ങനെ തന്നെ അതിനെ വിശ്വസിക്കുക, നമുക്കൊരു സംശയമില്ല. അതിൽ ഉത്തരം എന്താണ്? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഉത്തരം എന്താണ്? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം പറയുകയാണെങ്കിൽ അവനോട് പറയാനുള്ള ഏറ്റവും നല്ല മറുപടിയാണെന്ത്? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. മനസ്സിലായോ? ബർസഖിയായ ജീവിതം അത് ഗൈബാണ്, നിനക്കറിയുകയില്ല. നമ്മളെ കൊണ്ട് ചിന്തിച്ചുണ്ടാക്കാൻ പറ്റിയ കാര്യമല്ല ബർസഖ്. മറിച്ച് അവിടെ എന്തുമാത്രമാണ് വഴി? ഗൈബ് അറിയാനുള്ള വഴി എന്താണ്? അതായത് ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള വഴി എന്താണ്? അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതല്ലാതെ വേറൊരു വഴിയും അതിലില്ല. ശരി. ഖാല ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹു തആല, ഹാദാ ഇഅ്തിഖാദു ശാഫിഈ വമാലിക് വഅബീ ഹനീഫത സുമ്മ അഹ്മദ യുൻഖലു. ഇതാണ് ഷാഫിഈയുടെയും മാലിക്കിൻ്റെയും അബൂ ഹനീഫയുടെയും അഹ്മദിൻ്റെയും ഒക്കെ റഹിമഹുമുല്ലാഹ് ഇഅ്തിഖാദ്. ഇതാണ് അവരുടെ അഖീദ. ഇതിലൊരു സംശയവും വേണ്ട. ഇതാണ് അവരിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള അഖീദ. അപ്പോൾ ആരാണോ ഷാഫിഈ ആണെന്ന് വാദിക്കുന്നത്, ഇതാണത്. ഇങ്ങനെയാവും നീ ഷാഫിഈ ആണെങ്കിൽ. ആരാണ് ഹനഫി ആണെന്ന് വാദിക്കുന്നത്, നീ ഈ വിശ്വാസം വിശ്വസിക്കുക. ആരാണ് മാലിക്കി ആണെന്ന് പറയുന്നത്, നീ ഈ വിശ്വാസം വിശ്വസിക്കുക. ആരാണ് ഹംബലി ആണെന്ന് പറയുന്നത്, നീ ഈ വിശ്വാസം വിശ്വസിക്കുക. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ വാദിക്കുന്നു ചിലർ ഞാൻ ഷാഫിഈ ആണെന്ന്. പക്ഷേ ഷാഫിഈ നിങ്ങൾ പറയുന്ന പോലെ ആളല്ല. മറിച്ച് ഷാഫിഈയുടെ വാദം അല്ലെങ്കിൽ ഇഅ്തിഖാദ് അത് ഇതാകുന്നു. ആരാണ് ഇമാം ഷാഫിഈ? അബു അബ്ദില്ല മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ലാഹു തആല. അതുപോലെ തന്നെ ഇമാം മാലിക് അബു അബ്ദില്ല മാലിക് ഇബ്നു അനസ് അൽ ഉസ്ബുഹി റഹിമഹുല്ലാഹു തആല, ഇമാമു ദാരുൽ ഹിജ്റയുടെ ഇമാമാണ്. ആരാണ്? അബു ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹിമഹുല്ലാഹു തആല. ആരാണ്? അഹ്മദ് ഇബ്നു ഹംബൽ അബു അബ്ദില്ല അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹു തആല. ഇവരുടെ അഖീദ ഇതായിരുന്നു.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫഇൻ ഇത്തബഅത സബീലഹും ഫമുവഫഖുൻ വഇൻ ഇബ്തദഅത ഫമാ അലൈക മുഅവ്വലു. നീ അവരുടെ പാത പിൻപറ്റുകയാണെങ്കിൽ നീ തൗഫീഖ് ലഭിച്ചപ്പെട്ടവനാണ്, നീ രക്ഷപ്പെട്ടു, നിനക്ക് തൗഫീഖ് നൽകപ്പെട്ടു. വഇൻ ഇബ്തദഅത, എന്നാൽ നീ പുത്തനായിട്ടൊരു കാര്യം ഉണ്ടാക്കാനാണോ ഉദ്ദേശിക്കുന്നത്, ഫമാ അലൈക മുഅവ്വലു, നിന്റെ മേൽ ഊന്നാൻ കഴിയുകയില്ല, നിന്നെ മൈൻഡ് ചെയ്യപ്പെടേണ്ട കാര്യം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം എന്താണ്? നമ്മളുടെ സലഫ് സ്വാലിഹീങ്ങളെ പിന്തുടരലാണ്. അതാണ് ശൈഖുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. അവരുടെ സബീലിനെ പിന്തുടർന്നാൽ നീ രക്ഷപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ. ആരാണോ സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരിട്ട് നിന്നത്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിയില്ല, അടുത്ത വാക്ക് പറയാണ് വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, എന്നിട്ട് മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത പിന്തുടരുകയും ചെയ്താൽ, അതാരാണ് മുഅ്മിനീങ്ങൾ? സലഫ് സ്വാലിഹീങ്ങൾ. അവരുടേതല്ലാത്ത പാത പിന്തുടരുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവനെ തിരിഞ്ഞിടത്തേക്ക് ഞാൻ തിരിച്ചു കളയും. വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിൽ നാം ഇട്ടിരിക്കുന്നതാണ്. വസാഅത് മസീറ, അത് എത്ര മോശം സങ്കേതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബി, സ്വഹാബികളോട് പറയുകയാണ് അവർ നിങ്ങളെപ്പോലെ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലായി. സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ ബാക്കിയുള്ളവരും വിശ്വസിച്ചാൽ അവർ എന്തായി? അവർ രക്ഷപ്പെട്ടു, അവർ ഹിദായത്തിലായി. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. സാബിഖീങ്ങളായ മുഹാജിറുകളും അൻസാറുകളും പെട്ട സ്വഹാബത്ത്, അവരുടെ പാത പിന്തുടർന്നവർ അവരും റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിനെ അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നാലോ ഫൈനി ബതദഅത, നീ പുതിയതായി എന്തെങ്കിലും ഉണ്ടാക്കിയാലോ, പുതിയതായി ഉണ്ടാക്കൽ എന്താണ്? മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ആരാണോ എൻ്റെ ഈ കാര്യത്തിൽ അതിലില്ലാത്തത് കൂട്ടിച്ചേർത്തത്, അത് തള്ളപ്പെടുന്നതാണ്, അവൻ തള്ളപ്പെടുന്നതാണ്. ആരായാലും, ഉണ്ടാക്കിയത് ആരാണെന്ന് എന്തില്ല, ചർച്ചയില്ല. ആരായാലും പുതിയതാണോ ദീനിലാണോ അത് തള്ളപ്പെടുന്നതാണ്, അവനും തള്ളപ്പെടുന്നതാണ്. ഫമാ അലൈക മുഅവ്വലു, പിന്നെ നിന്നിൽ ഒരു ഊന്നലുമില്ല, പിന്നെ നിന്റെ അടുത്തേക്ക് എന്തില്ല, തിരിയലില്ല, പിന്നെ നിന്നെ മൈൻഡ് ചെയ്യലില്ല. പുതിയതാണോ, പുതിയതുണ്ടാക്കുന്നവനാണോ എങ്കിൽ നിന്നായി, നിന്റെ പാടായി. അതാണ് നമ്മളുടെ സലഫുകൾ സ്വീകരിച്ച നിലപാട്. അവർ എന്ത് ചെയ്തിരുന്നു? പുത്തനാശയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, അതേ പുത്തനാശയം എന്ന് പറഞ്ഞാൽ നബിദിനം മാത്രമല്ല, മറിച്ച് സലഫുകൾ ഒരു നിലപാടിലായിരുന്നു. ആ നിലപാടിൽ മാറ്റം വന്നാൽ, നിലപാട് ഒരു വിഷയത്തെക്കുറിച്ച് മിണ്ടാതിരിക്കലാണ് സലഫുകളുടെ നിലപാട്. നീ അതിനെക്കുറിച്ച് മിണ്ടിയാൽ നീ പുത്തനാക്കി, പുതിയതുണ്ടാക്കി. ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പെരുമാറലാണ് സലഫുകളുടെ നിലപാട്. നീ ഇങ്ങനെ പെരുമാറിയാലോ, അതല്ലാത്ത രൂപത്തിൽ പെരുമാറിയാലോ, നീ പുതിയതാണ് ചെയ്തത്. എല്ലാം അവരുടെ നിലപാടുകളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ സംസാരങ്ങളിൽ എല്ലാത്തിലും എന്ത് ചെയ്യുക? നീ അവരെ പിന്തുടരുക. എങ്കിൽ നീ മുഹ്തദ്, നീ രക്ഷപ്പെട്ടു, അതായത് ഹിദായത്തിലുള്ളവനാണ്. അതല്ലേ പുതിയതാണോ, നിന്നെ മൈൻഡ് ചെയ്യുകയില്ല. നമ്മളുടെ സലഫുകളിൽ ചിലരുടെ അടുത്തേക്ക് ചിലർ വരാറുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഇല്ല, ഒരു കാര്യവും പറഞ്ഞു തരണ്ട, എനിക്കിത് കേൾക്കണ്ട. ഒരു ഖുർആൻ്റെ ആയത്ത് ഓതട്ടെ. ഇല്ല, നിന്റെ നിന്ന് ഖുർആൻ്റെ ആയത്ത് എനിക്ക് കേൾക്കണ്ട. ഇതായിരുന്നു സലഫുകൾ ബിദ്അത്തുകാരോട് ചെയ്ത നിലപാട്. എങ്ങനെയല്ലാതെ അവർക്ക് ഇർഷാദ് നൽകാൻ, അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലാതെ. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്ത് റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന ലാമിയ എന്ന പദ്യത്തിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണം. ഇതിൻ്റെ വിശദീകരണമായ ഉലമാക്കൾ വലിയ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ അൽഹംദുലില്ലാ നമ്മളുടെ ബഹുമാനനായ സഹോദരൻ അബു അദ്നാൻ, അദ്ദേഹത്തിൻ്റെ ദർസുകൾ 20-ലധികം ദർസുകൾ ഈ വിഷയത്തിൽ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും ഉപകാരമെടുക്കാൻ സാധിക്കുന്നവർ അതിൽ നിന്നും ഉപകാരമെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.